ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 2024 റിസൾട്ട് ഉടൻ ഉണ്ടാകുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരുന്നു എപ്പോഴാണെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ചില വിദ്യാർത്ഥികൾ SLC പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 4 മാർക്കിൻ്റെ 1 വേർഡ് തെറ്റിപ്പോയി, 2 മാർക്കിൻ്റെ 1 വേർഡ് തെറ്റിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യുമോ, മാർക്ക് തയ്ക്കാതെ തോറ്റുപോകുമോ, A+ നഷ്ടമാകുമോ എന്നൊക്കെ നിരവധി വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്നലെ അടക്കം കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട്. ഫിസിക്സിന് 4 1 വേർഡ് പോയി, ഹിന്ദിക്ക് 4 1 വേർഡ് പോയി, അപ്പോൾ തോക്കുമോ, എൻ്റെ A+ നഷ്ടമാകുമോ എന്നൊക്കെയാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമ്മൾ SLCയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ റിസൾട്ട് കഴിഞ്ഞ വർഷം നിങ്ങളുടെ റിസൾട്ട് വന്നത് മെയ് 19 ഈ വർഷം നിങ്ങൾക്കൊരു 15-നും 20-നും ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പരിശോധിക്കാം. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ത് ചെയ്യും, ഒരു ജൂൺ ഓർ ജൂലൈയിലായിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കുക. SLCക്ക് പൊതുവേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം SLCക്ക് വളരെ തോൽവി ശതമാനവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. അപ്പോൾ ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം? നിങ്ങൾ SLC പരീക്ഷ എഴുതിയ ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിനായി രജിസ്റ്റർ ചെയ്യാം. അല്ലാതെ തോറ്റ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് SLC പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ പോയി. ഇപ്പം 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 35 എഴുതിയെടുത്തത്. ഇപ്പം ഞാൻ വിഷയം എടുക്കുകയാണ്, ഇംഗ്ലീഷ് 80 മാർക്കിൻ്റെ പരീക്ഷ അല്ലേ? ഓക്കെ, 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ആ വിദ്യാർത്ഥി 75 മാർക്ക് എഴുതിയെടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് മാർക്ക് കൂട്ടുന്നതിന് വേണ്ടി ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ SLC ഗ്രേഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു B ഗ്രേഡൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, A+ ആക്കി മാറ്റാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മാർക്ക് കാണിക്കുന്നില്ലല്ലോ, സോറി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 75 ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത്. SLCക്ക് മാർക്ക് കൂട്ടാനും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു A ഗ്രേഡാണ് ഉള്ളതെങ്കിൽ, A ഗ്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 72 താഴേന്ന് വരും. അതായത് 72 SLCയുടെ A+ എന്ന് പറയുന്നത്. അത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 72. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 72 താഴെ വരുമ്പോഴാണ് A ഗ്രേഡിലേക്ക് പോകുന്നത്. അപ്പോൾ അത് A+ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കും. തോറ്റുപോയാൽ എന്ത് ചെയ്യും? തോറ്റുപോയാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം. SLCയുടെ തോൽവി ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ എന്നാൽ പോലും തോൽവി എല്ലാ വർഷവും തന്നെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാൻ SLCയുടെ കാര്യം ഒന്നും കൂടി എടുത്ത് വീണ്ടും പറയുകയാണ്. നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിലൊക്കെ ജയിക്കാൻ വേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റ് ബോർഡിൽ എഴുതി നമുക്ക് അതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ വൈറ്റ് ബോർഡിൽ എഴുതിയതിന് ശേഷം നമുക്ക് +1 +2ൻ്റെ കാര്യം സംസാരിക്കാം. പിന്നെ +1 +2ൻ്റെ വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് വേണ്ടത്, SLCയുടെ ഭാഗം മതിയെങ്കിൽ SLCയുടെ ഭാഗം നോക്കിക്കൊള്ളുക. +1 ആണെങ്കിൽ +1 നോക്കുക, അല്ലെങ്കിൽ +2 ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വിടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് SLCയുടെ കാര്യം നമുക്ക് ഒന്നും കൂടെ വിശദമായി പരിശോധിക്കാം. ഓക്കെ, നമ്മൾ SLCയുടെ കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വൈറ്റ് ബോർഡിൽ ഞാൻ കൃത്യമായിട്ടെല്ലാം തന്നെ നിങ്ങളെ എന്ത് ചെയ്യാം, എഴുതി കാണിക്കാം. ഓക്കെ, 40 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, വലുതായിട്ട് എഴുതുന്നതുകൊണ്ട് സ്ക്രീൻ തികയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. 40 മാർക്കിൻ്റെ എക്സാമിൽ 12 പാസ് മാർക്ക്, 36. അപ്പം 40 മാർക്കിൻ്റെ എക്സാമിൽ 12 പാസ്, 36 A+ ആണ്. 40 മാർക്കിൻ്റെ എക്സാമിൽ 12 മാർക്ക് കിട്ടിയാലാണ് പാസ്സാകുക. 36 മാർക്ക് കിട്ടുമ്പോഴാണ് അത് A+ എന്ന ഘട്ടത്തിലേക്ക് എത്തുക. ഇനി 80 മാർക്കിൻ്റെ കാര്യം എടുക്കുകയാണ്. എക്സാമിൻ്റെ 80 മാർക്കിൻ്റെ എക്സാം എടുക്കുകയാണെങ്കിൽ
എത്രയാണ് പാസ് മാർക്ക്? 24 പാസ് മാർക്ക്. 24 പാസ് മാർക്ക്. 80ൻ്റെ മാർക്കിൽ ഇത് ഈ മീൻസ് എക്സാമാണ് കേട്ടോ. പിന്നെ പി പാസ് മാർക്ക് എന്ന് പറയുന്നത് 24. A+ 72. ഇതാണ് 80 മാർക്കിൻ്റെ SLC പരീക്ഷയുടെ കാര്യം. അതായത് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 24, A+ ഘട്ടം 72 അതിനു മേലേക്കുമാണ്. അപ്പോൾ SLCയുടെ കാര്യമൊക്കെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, +2ൻ്റെ ഘട്ടത്തിലേക്ക് പോവാം അല്ലേ. അപ്പോൾ നമുക്ക് +1ൻ്റെ ഘട്ടം ആദ്യം എടുത്തെടുക്കാം. റിസൾട്ട് നിങ്ങളൊരു ജൂൺ ഓർ ജൂലൈയിൽ നിങ്ങൾ പ്രതീക്ഷ. നിങ്ങളുടെ റിസൾട്ട് ജൂൺ ഓർ ജൂലൈയിലായിരിക്കും +1ൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. കഴിഞ്ഞ വർഷം ജൂലൈ 15 പ്രസിദ്ധീകരിച്ചത്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കും? സാധാരണഗതിയിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനപ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്? അത് നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനുമൊപ്പം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ റൂളാണ് ഫോളോ ചെയ്ത് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കും? മാർച്ചിലെ നിങ്ങളുടെ +2ൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം ആയിരിക്കും. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ അത് പഴയ ഡേറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി നടത്തുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം? +1 പൊതുപരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാം. അതായത് കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾ മീൻസ് അതായത് ഇതിനു മുമ്പുള്ള വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? +1 പരീക്ഷ എഴുതുകയും നിങ്ങൾക്ക് വിജയിക്കാനുള്ള മാർക്ക് കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ മാർക്ക് എഴുതിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാവുന്നത് ആണ്. അവരെയാണ് കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾ. നിങ്ങൾ സാധാരണ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ റെഗുലർ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അധ്യാപകർ പറയും. രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ക്ലാസ്സിൽ വരും. അവർ എന്ത് ചെയ്യും? പൈസ കളക്ട് ചെയ്യും, അതിൻ്റെ ഫീസ് കളക്ട് ചെയ്യും ഒക്കെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏതൊക്കെ വിഷയത്തിലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്? 3 വിഷയമാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ. +1ൽ 3 വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് വിദ്യാർത്ഥികൾ എപ്പോഴും ഓർത്തിരിക്കുക. 6 വിഷയമാണ് നിങ്ങളുടെ പരീക്ഷ. 3 വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. തോറ്റുപോയാൽ എന്ത് ചെയ്യും? തോറ്റുപോയാൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുക, അതാണ് നമുക്ക് വഴി. അതിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താണ്? 3 വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. 4-5 വിഷയം നിങ്ങൾ ഫെയിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആ മാർക്കും കൂടെ എന്ത് ചെയ്യേണ്ടി വരും? +1ൽ 24 ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുള്ളത് ആ വിഷയത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? ആ നഷ്ടപ്പെട്ടു പോയ മാർക്ക് പ്ലസ് +2ൽ 24 മാർക്കും കൂടെ നിങ്ങൾ എടുത്താലേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? പാസ്സാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ +1ലും +2ലും 24 മാർക്കാണ് ഒരു കുട്ടിക്ക് പാസ്സാകാൻ പറ്റുന്നത്. ഞാൻ എന്ത് ചെയ്യാം? ഇംഗ്ലീഷ് പരീക്ഷയുടെ കാര്യം എടുക്കാം. ടോട്ടൽ 48 കിട്ടുന്ന വിദ്യാർത്ഥികളാണ് പാസ്സാകുന്നത്. 200ലാണ് ഫസ്റ്റ് ഇയർ 100, സെക്കൻഡ് ഇയർ 100. ഫസ്റ്റ് ഇയറിൽ 24, സെക്കൻഡ് ഇയറിൽ 24. അപ്പോൾ എന്താവും? 48. 58 CE മാർക്ക് ഫസ്റ്റ് ഇയർ 20. അപ്പോൾ 58, 68. സെക്കൻഡ് ഇയറിൽ 20, 78, 88. അപ്പോൾ 100ൽ 88 മാർക്കാണ് കൃത്യം 48 കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്? ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ പോകും? ചില വിദ്യാർത്ഥികൾക്ക് 24 കിട്ടാതെ ഒരു 20 മാർക്കൊക്കെ കിട്ടി എന്ത് ചെയ്യും? 4 മാർക്കിൻ്റെയൊക്കെ ഡിലേ അവിടെ വരും. അതായത് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയർ 24 വിദ്യാർത്ഥികൾക്ക് കിട്ടൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്കൻഡ് ഇയറിൽ 24 എടുത്താൽ എന്ത് ചെയ്യില്ല? +2 പാസ്സാവില്ല. കാരണം എന്തുണ്ട്? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 4 മാർക്ക് കുറവാണ്. അപ്പം നിങ്ങൾ അവിടെ 24 എടുത്താൽ പോരാ. ഫസ്റ്റ് ഇയറിൽ നഷ്ടപ്പെട്ട 4 മാർക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ഇയറിൽ ഓൾറെഡി 4 മാർക്ക് വേണം. ഫസ്റ്റ് ഇയറിൽ വേണ്ട 4 മാർക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി 4 മാർക്ക് പ്ലസ് +2ൽ 24 മാർക്ക് എടുക്കണം. +2ൻ്റെ 24 മാർക്ക് പ്ലസ് ഫസ്റ്റ് ഇയറിൽ കുറഞ്ഞു പോയ 4, ടോട്ടൽ 29 മാർക്ക് എടുത്താലേ നിങ്ങൾക്ക് 48 തികയുള്ളൂ.
ഏത് വിഷയത്തിൻ്റെ കാര്യം എടുത്താലും 48 തികഞ്ഞാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ. അപ്പോൾ ശരി, ഇനി പ്ലസ് ടുവിൻ്റെ കാര്യമാണ്. റിസൾട്ട് മെയ് 25-നാണ് കഴിഞ്ഞ വർഷം വന്നത്. മെയ് 25-ന് ഈ വർഷം വരുമെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം വന്ന ഡേറ്റാണ് മെയ് 25. ഈ വർഷം നിങ്ങൾക്കൊരു മെയ് 20-നും അല്ലെങ്കിൽ പോട്ടെ മെയ് 10-നൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്തായാലും 10 എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഒരു 15-നും 25-നും ഉള്ളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായ ഡേറ്റ് കൃത്യമായ ഡേറ്റ് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ്? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം SLC പോലെ തന്നെ ജൂൺ ഓർ ജൂലൈയിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നടക്കും. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് ടു റെഗുലറായി പഠിച്ച വിദ്യാർത്ഥികൾക്കും പ്ലസ് കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ 24 മാർക്ക് കിട്ടാതെ പോയി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയത്തിൽ നിങ്ങൾ ഒരു വിഷയത്തിന് ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 24 ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇയറിൽ 20 കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ഡിലേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ 44 മാർക്കേ നിങ്ങൾക്ക് ആകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഫെയിലായി പോകുന്നൊരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്റ്റർ ചെയ്ത് ആ പരീക്ഷ എഴുതാം. പിന്നെ പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും കാര്യം ഞാൻ പ്ലസ് 1-ൻ്റെ കാര്യം പറഞ്ഞപ്പം പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് പ്ലസ് 2-നും ബാധകമാണ്, പ്ലസ് 1-നും ബാധകമാണ്. തോറ്റ വിദ്യാർത്ഥികൾക്ക് മാത്രം അല്ല എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ വലിയ A+ വിദ്യാർത്ഥികളൊക്കെയാണ്, അതായത് എന്താണ് A+ ഒക്കെ നേടേണ്ട വിദ്യാർത്ഥികൾക്ക് എന്താണ്, ഇപ്പം A+ നേടേണ്ട വിദ്യാർത്ഥികൾ മാത്രമല്ല 100-ൽ 100 വേണ്ട വിദ്യാർത്ഥികളൊക്കെ ചിലർ 95, 96 വരുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, അവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയെടുക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നാണ് അതിനെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പ്ലസ് 1-ൽ ഇമ്പ്രൂവ് ചെയ്തിരുന്നു. എൻ്റെ കഥ തന്നെ ഞാൻ പറയാം. പ്ലസ് 1-ൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എക്കണോമിക്സ്, ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തത്. അപ്പോൾ എക്കണോമിക്സിന് ഞാൻ എഴുതിയെടുത്ത മാർക്ക് 30ആണ്. എനിക്ക് CE മാർക്കായിട്ട് എൻ്റെ മാഷ് തന്നത് 19 മാർക്കാണ്. ടോട്ടൽ 49 മാർക്കാണ് എനിക്ക് വന്നത്. അപ്പോൾ എനിക്ക് തോന്നി 49 പോരാ, കുറച്ചും കൂടെ എനിക്ക് എഴുതിയെടുക്കണം. ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. അന്ന് 175 പ്ലസ് സർട്ടിഫിക്കറ്റ് 40 കൊടുത്ത് ഞാൻ ഇമ്പ്രൂവ് ചെയ്തു. എനിക്കെന്ത് ചെയ്തു, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പ്ലസ് 1-ൽ എഴുതിയെടുത്തത് 30 മാർക്കായിരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് 1-ൽ എഴുതിയെടുത്ത മാർക്ക് 53, 19 മാർക്ക് ഓൾറെഡി CE തന്നത് അവിടെ കിടപ്പുണ്ട്. ടോട്ടൽ റിസൾട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു, 73 മാർക്കായി. അപ്പം നിങ്ങളതിന് മനസ്സിലാക്കണം, പ്ലസ് 1-ലെ പൊതുപരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് എത്ര മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്, 49ആണ്. ഇമ്പ്രൂവ്മെൻറ്റ് എഴുതിയപ്പോൾ എന്ത് ചെയ്തു, 73ആയി. ടോട്ടൽ 100-ൽ 49 എന്നുള്ളത് ഇപ്പോൾ 100-ൽ 73ആയി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ, അതായത് ഞാൻ ആദ്യം ചെയ്ത പോലെ എനിക്ക് 49 കിട്ടിയപ്പോൾ എനിക്കത് പോരാ, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം തോന്നി. ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, മാർക്ക് കൂടി എന്നിട്ട് എന്ത് ചെയ്തു 73 ആക്കി മാറ്റി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്ത പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾ SLC വിദ്യാർത്ഥി ആയിക്കോട്ടെ, പ്ലസ് 1 വിദ്യാർത്ഥി ആയിക്കോട്ടെ, പ്ലസ് 2 വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. SLC വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇത്രയും മിനിറ്റ്, ഇപ്പോൾ 14 മിനിറ്റോളം ആയിക്കഴിഞ്ഞു, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്. അപ്പോൾ SLC വിദ്യാർത്ഥികൾ SLCയുടെ ഭാഗം മാത്രം കാണുക. പ്ലസ് 1 വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ട ഭാഗം കാണുക. പ്ലസ് 2 വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗം മാത്രം സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ വേറെ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം എന്താണ്, ഇത്രയും മിനിറ്റൊക്കെ എടുത്ത്, ഇത്രയും ടൈമൊക്കെ എടുത്ത് വിദ്യാർത്ഥികൾക്ക് എന്താണ് കൃത്യമായി തന്നെ എന്ത് ചെയ്യുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിവിടെ കൃത്യമായ വിവരങ്ങളാണ് വിദ്യാർത്ഥികളുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അതായത് SLCനെക്കുറിച്ച് നമ്മൾ SLCയുടെ കാര്യം നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു, പ്ലസ് 1-ൻ്റെ കാര്യം നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു, പ്ലസ് 2-ൻ്റെ കാര്യം നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു. ഇത്രയും ഡീറ്റെയിൽഡായി ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്, ഇല്ലെന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുന്ന വിദ്യാർത്ഥികൾ മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ബെല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് മാക്സിമം ഷെയർ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ തുടർച്ചയായി അതിനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. അതായത് എന്താണ്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെങ്കിൽ അത് നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു തരുന്നതിന് പ്രത്യുപകാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് ഒന്നും തരണ്ട, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്തെന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക. 6400 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുള്ളൂ. അതൊന്ന് പെട്ടെന്ന് 7000 എത്തിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കാൻ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, SLCക്ക് 4.5 ലക്ഷത്തോളം പേരുണ്ട്, +1 4.5 ലക്ഷമുണ്ട്, +2 4.5 ലക്ഷമുണ്ട്. ഒരു 12-15 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, SLC +1 +2 ആയിട്ട് പഠിക്കുന്നുണ്ട്. കുറേ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യും, സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തോ, ഒരു പ്രശ്നവും ഇല്ല. നിങ്ങളുടെ SLC വിദ്യാർത്ഥികൾക്കും +2 വിദ്യാർത്ഥികളും നിങ്ങൾ സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോ. നിങ്ങളെ അധ്യാപകരൊന്നും പറയില്ല, കാരണം SLC കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. +2ൻ്റെ ഗ്രൂപ്പും അങ്ങനെയാണ്. നിങ്ങൾ +2 കഴിഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് +2ൻ്റെ ക്ലാസ് ഗ്രൂപ്പ് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. വല്ല സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിനൊക്കെ മാത്രമേ ആ ഗ്രൂപ്പിൽ ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങൾക്കതിലേക്ക് ഷെയർ ചെയ്യാം. പക്ഷേ +1 വിദ്യാർത്ഥികൾ ക്ലാസ് ഗ്രൂപ്പിൽ ഇടണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണ്, അധ്യാപകർ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്തിനാണ് ക്ലാസ് ഗ്രൂപ്പ് വേണ്ടി വരില്ല. നിങ്ങളെന്തായിരിക്കും +1 കയറിയപ്പോൾ തന്നെ എന്തായിരിക്കും, നിങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ കാണുമല്ലോ. എന്തായാലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ വേറെ കാണുമല്ലോ. മാഷുമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാണുമല്ലോ. നിങ്ങൾ ഫ്രണ്ട്സുകൾ മാത്രം, നിങ്ങളുടെ ക്ലാസ്സിലുള്ളവർ മാത്രം. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കില്ല. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.